കുറച്ച് സമയമായി. ആന്റി മോളിൽ സംസാരിച്ചോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്താ ഇത്? പായസം. ഇന്ന് എന്റെ പിറന്നാളാ. പിറന്നാളോ? ആ. കഴിഞ്ഞ മാസമല്ലേ നിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് എനിക്ക് കേക്കും സ്വീറ്റ്സും എല്ലാം കൊണ്ടുവന്ന് തന്നത്? മാസം ഉണ്ടോ നിന്റെ പിറന്നാള്? അല്ല ആന്റി, അത് ലാസ്റ്റ് മന്ത്. ഇംഗ്ലീഷ് മാസം. ഒന്നും പറയണ്ട. നീ എന്നെ മധുരം കഴിപ്പിക്കുന്നത് എന്തെങ്കിലും കാര്യം നേടാനാവും. ഒഴിക്കാൻ വരട്ടെ. എന്താ കാര്യം? അല്ല ആന്റി, അത് ഞാനേ സ്വന്തമായി വീഡിയോ കാസറ്റ് റിലീസ് ചെയ്യാൻ തുടങ്ങുക. ഹോർസ് റേസ് ആണ് സബ്ജക്ട്. നന്നായി വന്നിട്ടുണ്ട്. ഞാൻ കൊണ്ടൊന്ന് കാണിക്കാം. എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല കുട്ടി. ഉണ്ടാവും. ഇന്നലത്തെ റേസ് കാണേണ്ടിയിരുന്നു. റിയലി ഫാന്റാസ്റ്റിക്. ഗൗതം കൃഷ്ണ ജയിച്ചത്. പക്ഷേ സ്പെക്ടേറ്റേഴ്സ് കൂവി വിളിച്ചു ഗൗതം ചീറ്റ് ചെയ്തതാ. നമ്മുടെ കാസറ്റിൽ അത് ചേർക്കില്ല. അയാളുടെ കുതിരയുടെ ഓണർ റൂബി ദേവരാജ് എന്നെ വിളിച്ചു പറഞ്ഞു, എത്ര കാശ് വേണമെങ്കിലും തരാം, അയാൾ സ്പോൺസർ ചെയ്യാവുന്ന. ഞാൻ പറഞ്ഞു, കാശല്ല, എനിക്ക് വലുത് സ്റ്റാറ്റസ് ആണ്. എന്താ നീ പറഞ്ഞു വരുന്നത്? സ്റ്റാറ്റസ് ഉള്ളവർ വേറെ എത്ര പേരുണ്ട്. ആന്റി എന്നെ ഹെൽപ്പ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഫേമിന്റെ പരസ്യം. നീ എന്തിനാടി ഇതിനൊക്കെ ഇറങ്ങി നടക്കുന്നത്? അച്ഛൻ ഇഷ്ടം പോലെ കാശുണ്ടാക്കുന്നുണ്ടല്ലോ. ഭർത്താവിന് പണം ഉണ്ടായിട്ടും ആന്റി ജോലിക്ക് പോയിരുന്നില്ലേ? ലോയറും ജഡ്ജും ജസ്റ്റിസും. ആ പ്രൊഫഷൻ പോലെയാണോടി നിന്റെ ഈ തൊഴിൽ? പെൺകുട്ടികൾക്ക് പറ്റിയതാണോ ഇത്? എന്താ പറ്റാതെ? ആന്റി പറഞ്ഞത് കേട്ടാ ഞാനിതിന് ഇറങ്ങിയത്. വുമൻസ് കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ യൂണിയൻ ഇനോഗ്രേഷൻ ആന്റി വന്നില്ലേ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ബ്രൈറ്റ് റെഡ് ബനാറസ് സാരിയാ ചുറ്റിയിരുന്നത്. ഇത്ര ഉണ്ടായിരുന്നു കസവ്. ഡയമണ്ട് നെക്ലസ്, മാച്ചിങ് സ്റ്റഡ്സ്, മുടി നല്ല സ്റ്റൈലിൽ പുട്ടപ്പ് ചെയ്ത് സ്റ്റേജിലേക്ക് കയറി വന്ന ആ ഫിഗർ. ആഹാ, കോളേജ് ബ്യൂട്ടീസ് എന്നും പറഞ്ഞ് ചെത്തി നടന്ന പെമ്പിള്ളേരൊക്കെ നാണിച്ചു പോയി. പിന്നെ ആ പ്രസംഗം ഇംഗ്ലീഷിൽ, അതും നല്ല ബ്യൂട്ടിഫുൾ കോൺവെന്റ് ആക്സന്റിൽ. നിന്റെ അച്ഛൻ സമ്മതിക്കോടി ഇതിനൊക്കെ? കോർട്ട് ഓർഡറിന്റെ കോപ്പിയാണ്. ഞാനിത് അന്നേ പറഞ്ഞായിരുന്നു. എന്റെ പെർമിഷൻ ഇല്ലാതെ അവിടുന്ന് വിട്ടുകൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ തനിക്ക്? ഇയാളൊന്നും ആലോചിക്കണ്ട. ഊട്ടിയിലേക്ക് ഒരു കാർ